നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ചു കയറാം. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വസ്ത്രധാരണം സ്വകാര്യതയാണ്, മാന്യത പുലർത്തണമെന്നേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവർ എന്നും അനാചാരങ്ങൾക്ക് എതിരാണ്. കാലോചിതമായ മാറ്റം എല്ലാ മേഖലയിലും വേണമെന്നും ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക വസ്ത്രധാരണ രീതി രേഖപ്പെടുത്തിയിട്ടുള്ളതായി അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസ് ഇന്ന് ശിക്ഷാവിധി. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷാവിധി. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. കേസിൽ BJP RSS പ്രവർത്തകരായ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. കൊലപാതകം നടന്ന 19 വർഷത്തിനു ശേഷമാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തിൽ കണ്ണപുരം മേഖലയിലും കോടതി പരിസരത്തും പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതികൾക്ക് കൊലക്കയർ കിട്ടണമെന്ന് റിജിത്തിന്റെ അമ്മ ജാനകി പറഞ്ഞു. 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഹൃദയാഘാതം, ദാരുണാന്ത്യം. കുഴഞ്ഞു വീണ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പരിശോധിച്ച ഡോക്ടർമാരാണ് മരണകാരണം ഹൃദയാഘാതമെന്ന് വ്യക്തമാക്കിയത്. മൈസൂരുവിലാണ് സംഭവം. ചാമരാജനഗറിലെ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന 8 വയസ്സുകാരി തേജസ്വിനിയാണ് മരിച്ചത്. ഹണി റോസിനെതിരായ സൈബർ ആക്രമണം, ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം, കൂടുതൽ അറസ്റ്റ്. നടി ഹണി റോസിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ്. നടിയുടെ പരാതിയിൽ 30 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അശ്ലീല കമന്റിട്ടതിൽ എറണാകുളം കുമ്പള സ്വദേശിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടപടികൾ ഊർജിതമാക്കുകയാണ് കൊച്ചി പോലീസ്. വ്യാജ ഐഡിയെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. നടിയുടെ പോസ്റ്റിന് താഴെ പുതിയതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം നടിക്ക് അമ്മ സംഘടന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുലർച്ചെയോടെ വമ്പൻ ഭൂചലനം, തീവ്രത 7.1. പല സംസ്ഥാനങ്ങളും കുലുങ്ങി വിറച്ചു. ടിബറ്റിലും നേപ്പാളിലുമാണ് ഭൂചലനമുണ്ടായത്. കാഠ്മണ്ഡു അടക്കം പ്രധാന നഗരങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും പ്രകമ്പനമുണ്ടായി. വടക്കൻ നേപ്പാളിലായിരുന്നു പ്രഭവ കേന്ദ്രം. ടിബറ്റിൽ നേപ്പാൾ അതിർത്തിക്കടുത്തായാണ് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയത്. ബീഹാറിലും അസമിലും പ്രകമ്പനമുണ്ടായി. ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും ചില ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ആളുകൾ ഭയന്ന വീടുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും പുറത്തിറങ്ങി. അതേസമയം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല. നേപ്പാൾ ഇതിനു മുമ്പും ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ള രാജ്യമാണ്. 2005-ലുണ്ടായ ഭൂചലനത്തിൽ 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു.